ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം നാളെയാണ് തെരഞ്ഞെടുപ്പ്. നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അവസാനഘട്ട പ്രചാരണം വലിയ തോതിൽ ശക്തമാക്കിയിട്ടുണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും. 10 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് ഈ മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 94 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിഷ്ണു. ഗുഡ് മോർണിംഗ് കാവ്യ. 10 സംസ്ഥാനങ്ങൾ ജനവിധി തേടുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അത്രയും ദേശീയ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന നിലയ്ക്കായിരുന്നു. നിരവധിയായ സംഭവങ്ങൾ, പ്രത്യേകിച്ച് BJPക്ക് ഒരുപാട് ഇടങ്ങളിൽ മറുപടി പറയേണ്ടുന്ന തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ ജനങ്ങളോട് നേരിട്ട് സംവദിക്കേണ്ടി വരുന്ന നിലയ്ക്കുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെയും ഉടലെടുത്തു. അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ് എന്നതും ഈ മൂന്നാം ഘട്ടത്തിന്റെ സവിശേഷതയായി എടുത്തു പറയണം. കാവ്യ, തീർച്ചയായിട്ടും നാളെ 10 സംസ്ഥാനങ്ങളിലായിട്ട് 95 പാർലമെന്റ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. അതിൽ ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നാളെയാണ്. പക്ഷേ 26-ൽ സൂററ്റ് മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ BJP സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂററ്റ് മണ്ഡലത്തിൽ നാളെ വോട്ടെടുപ്പ് ഉണ്ടാകില്ല. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നീലേഷ് കുംബാനിയുടെ പത്രിക തള്ളിയതിനെ തുടർന്നാണ് BJP സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ സൂററ്റ് ഒഴികെയുള്ള മറ്റ് എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് നാളെ നടക്കും. ബംഗാളിലും വളരെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള 4 മണ്ഡലങ്ങളിലാണ് ബംഗാൾ നാളെ ജനവിധി എഴുതുക. അതോടൊപ്പം തന്നെ കർണാടകയിലെ 14 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കുന്നുണ്ട്. കർണാടകയിലടക്കം നിരവധി വിഷയങ്ങൾ ഇവിടെ വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. രേവണ്ണയുടെ അടക്കമുള്ള വിഷയങ്ങൾ ഏത് തരത്തിലായിരിക്കും വോട്ടെടുപ്പിനെ ബാധിക്കുക എന്നതിലടക്കം വലിയ ആശങ്ക BJP JDSനൊക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം നാളെ നിരവധി പ്രമുഖരും ജനവിധി തേടുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മൻസുഖ് മാണ്ഡവ്യ, ജ്യോതിരാദിത്യ സിന്ധ്യ, ഡിംപിൾ യാദവ് ഉൾപ്പെടെയുള്ളവർ ഈ മൂന്നാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. അതേസമയം രണ്ടാം ഘട്ടം മുതൽ തന്നെ വലിയ തലത്തിലുള്ള വർഗീയ പ്രചരണമാണ് BJPയുടെ ഭാഗത്തുനിന്നും അരങ്ങേറിയത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തികച്ചും വർഗീയപരമായിട്ടുള്ള പ്രചരണം തന്നെയാണ് നടത്തിയത്. അത് മുസ്ലിം വിരുദ്ധത കൂടുതൽ വെളിവാക്കുന്ന തലത്തിലുള്ള ഒരു പ്രചരണമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് ഒരുപക്ഷെ ആദ്യ 2 ഘട്ടത്തിലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവിൽ BJP കേന്ദ്രങ്ങളിൽ ആശങ്കയുണ്ട്. ആ ഒരു ആശങ്കയിൽ നിന്ന് തന്നെയാകണം വലിയ തലത്തിലുള്ള വർഗീയ പ്രചരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും കഴിഞ്ഞ പ്രചരണങ്ങളിലൊക്കെ തന്നെ ഉണ്ടായത്. അതായത് മുസ്ലിങ്ങൾക്ക് ഇത്തരത്തിൽ സംവരണം നൽകാനുള്ള നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. OBC SC/ST വിഭാഗങ്ങളുടെ സംവരണം കവർന്നെടുക്കുകയും അത് മുസ്ലിം വിഭാഗത്തിന് നൽകാനുള്ള നീക്കം നടക്കുന്നു. അത്തരത്തിലുള്ള വർഗീയ പ്രചരണം തന്നെയാണ് അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത്. അതോടൊപ്പം അയോധ്യയിൽ ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അയോധ്യ സന്ദർശനം നടത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നാളെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിൽ 94 മണ്ഡലങ്ങളായിരിക്കും ജനവിധി എഴുതുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആദ്യ 2 ഘട്ടങ്ങളിലും 66% മാത്രമാണ് ഒരു പോളിംഗ് രേഖപ്പെടുത്തിയത്. ഈ പോളിംഗിലുണ്ടായ കുറവാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ BJP കേന്ദ്രങ്ങളിൽ ഒരു ആശങ്ക ഉളവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വർഗീയ പ്രചരണമായിരുന്നു BJPയുടെ ഭാഗത്തുനിന്നും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാവ്യ. വിഷ്ണു, ഈ 2 ഘട്ടങ്ങളിലും ഉണ്ടായ പോളിംഗ് ശതമാനത്തിലെ ഗണ്യമായ കുറവ് അത് BJPക്ക് വലിയ തോതിലുള്ള ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് വിവിധ ക്യാമ്പുകളിൽ എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വർഗീയ പ്രചാരണങ്ങളടക്കം ജനങ്ങൾ ഒരു വേള തള്ളിക്കളയുന്ന സമീപനം ഉണ്ടാകുന്നുണ്ടോ? പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും അഭിസംബോധന ചെയ്യാതെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ വന്നു. പ്രജ്വൽ രേവണ്ണയുടെ അടക്കം മോദി ഗ്യാരണ്ടി ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി കേരളത്തിലടക്കം ഉയർത്തി കാണിച്ചു. മോദി വന്നു മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച്
പ്രസംഗിക്കുന്നു. പക്ഷേ ഉത്തരേന്ത്യയിലെങ്ങും അത് കണ്ടില്ല. പൂർണ്ണമായും വർഗീയ പ്രചാരണത്തിന്റെ വേദികളാക്കി തെരഞ്ഞെടുപ്പ് റാലികളെയും മറ്റ് പ്രചാരണ യോഗങ്ങളെയും മാറ്റുന്നൊരു സമീപനം ഉണ്ടായി. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പൊതുവിൽ ഈ പ്രചാരണ വേളയിൽ കണ്ടതത്രയും ഏത് നിലയ്ക്കുള്ള സമീപനമായിരുന്നു? കാവ്യ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ വലിയ ഒരു ഇടിവ് നമുക്ക് കാണാൻ കഴിയുന്നു. അത് BJPയുടെ ഭാഗത്തുനിന്നും നേരത്തെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞതുപോലെയുള്ള വർഗീയ പ്രചരണങ്ങൾ ഉണ്ടായിട്ടും ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യം മുൻനിർത്തി തന്നെയാണ് രണ്ടാം ഘട്ടത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും വലിയ തലത്തിലുള്ള വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ വർഗീയ പ്രചരണം തന്നെ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. അതോടൊപ്പം BJPക്കെതിരായിട്ട് വലിയ തരത്തിലുള്ള പ്രചരണം ഇന്ത്യ മുന്നണിക്കും നടത്താൻ കഴിയുന്നുണ്ട്. അത് വിവിധ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്, നാരീശക്തി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് BJPക്കെതിരായിട്ടുള്ള പ്രചരണം ഇന്ത്യ മുന്നണി അടക്കം നടത്തുന്നത്. നിലവിൽ അത് ഉത്തർപ്രദേശിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കൈസർഗഞ്ച് മണ്ഡലത്തിൽ ഇത്തവണ അവിടെ സീറ്റ് നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ഗുസ്തി താരങ്ങൾക്കെതിരായിട്ട് ലൈംഗിക അതിക്രമ പരാതി ഉയർന്നു വന്ന ബ്രിജ്ഭൂഷൻ്റെ മകൻ കരൺ ഭൂഷണാണ് BJP അവിടെ ഒരു സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. ഇതിനെതിരെ പോലും വലിയ തലത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കൈസർഗഞ്ച് മണ്ഡലം അത് ബ്രിജ്ഭൂഷൺ കഴിഞ്ഞ തവണയൊക്കെ ജയിച്ച ഒരു മണ്ഡലമാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ വലിയ തലത്തിലുള്ള ലൈംഗിക അതിക്രമ പരാതിയൊക്കെ തന്നെ നിലനിൽക്കുന്നു. ഗുസ്തി താരങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ തലത്തിൽ സമരം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തെ കൈവിടാൻ BJPക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രിജ്ഭൂഷൻ്റെ മകന് സീറ്റ് നൽകുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതിനെതിരെ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങൾ രംഗത്ത് വരുന്നു. അത് വലിയ തോതിലുള്ള പ്രചരണ ആയുധമാക്കി ഇന്ത്യ മുന്നണി മാറ്റിയെടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി നാരീശക്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മോദിയുടെ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട്, തൊഴിലില്ലായ്മ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുമുള്ള പ്രചരണം വളരെ ശക്തമായി തന്നെ നടക്കുന്നത്. കാവ്യ, ശരി വിഷ്ണു, എന്തായാലും വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഗീയതയിലൂന്നിയുള്ള ഒരു പ്രചാരണ രംഗമായി മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിവിധ വേദികളെ BJP മാറ്റാൻ ശ്രമിച്ചപ്പോൾ ശക്തമായ വെല്ലുവിളിയുമായി ഇന്ത്യ മുന്നണി അടക്കം ഉണ്ടായിരുന്നു മറുവശത്ത് എന്നുള്ളത് എടുത്തു പറയണം. പ്രത്യേകിച്ച് നാരീശക്തിയും മോദി ഗ്യാരണ്ടികളും ഒന്നും ഫലിക്കുന്നില്ല, ഏൽക്കുകയില്ല എന്ന ഒരു ഭീതി അത് BJP ക്യാമ്പുകളിൽ ഉടലെടുത്തു എന്നത് വാസ്തവമാണ്. പ്രത്യേകിച്ച് ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞത് വലിയ തോതിലുള്ള ആശങ്ക BJP ക്യാമ്പുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്നാം ഘട്ടത്തിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് നിലയ്ക്കാണ് അത് പ്രതിഫലിക്കുക എന്ന ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിരവധിയായ സ്ഥാനാർത്ഥികൾ, കേന്ദ്രമന്ത്രിമാരടക്കം മത്സര രംഗത്തുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വലിപ്പമുള്ളൊരു ഘട്ടം കൂടിയാണ് ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയണം. ഇന്ന് നാളെയാണ് തെരഞ്ഞെടുപ്പിലേക്ക്, മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് ചുരുങ്ങിയ മണിക്കൂറുകളിൽ രാജ്യം കടക്കാനിരിക്കുകയാണ്. ഈ മണിക്കൂറിലും എങ്ങനെയാണ് ഇപ്പോൾ മുന്നണികൾ, പാർട്ടികൾ വോട്ടുറപ്പിക്കാനുള്ള ഊർജിതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നതും നമുക്ക് കാത്തിരുന്ന് കാണാം. സമഗ്ര വിവരങ്ങളാണ് വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്നും നൽകിയത്.